ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണത്. ഇത് കണ്ട ഷിംല സിറ്റി കംപ്ലീറ്റ്, മണാലി സിറ്റി കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മളിതാ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. നമ്മളിൽ പോണത് ഷിംലയിലേക്കാണ്. പക്ഷേ ഷിംലേൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് വേണം, കുറച്ച് പരിപാടികളുണ്ട്, അത് പഴയ പറയാം. അപ്പോൾ 3 ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല, ഒറ്റ ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. ഫുഡെല്ലാം വാങ്ങി വന്ന് ഇവിടെ അധികം എന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്ലേസാണ്. ഇങ്ങനെ താഴ്വാരങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുള്ളൂ, വെള്ളച്ചാട്ടങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ കാശ്മീരിൽ നിന്നൊക്കെ കണ്ട് വന്നതുകൊണ്ട് അത്യാവശ്യം ഒരു 3 ദിവസം റെസ്റ്റ് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതെടുത്ത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അരക്കി, അതൊക്കെ ആയിരുന്നു ഇവിടുത്തെ നമ്മുടെ മണാലിയിലെ നമ്മുടെ ടാസ്കുകൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. മണാലിയോട് ബൈ ബൈ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. സംഭവം അത്യാവശ്യം നല്ല റൂം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അണ്ടകടഹത്തിലേക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നത്. കുത്താനെ നടക്കണം, ഭയങ്കര. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകണതുകൊണ്ട് വലിയ ക്ഷീണം ഉണ്ടാവില്ല. വരുമ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. ടയേർഡെന്ന് വെച്ചാൽ ഭയങ്കര കിതപ്പായിരുന്നു. കണ്ടോ, നമുക്കൊരു കോളനി പോലെയാണ്. മേലേക്ക് കയറി വന്നിട്ട് ഫുള്ള് വീടുകൾ കാര്യങ്ങളൊക്കെയാണ്. ആണോ, ബാക്ക് സൈഡിൽ അടുത്തടുത്ത് വീടുകളാണ്. വഴി നിറയെ ചാണകം. പിന്നെ ഇവർ ഈ ചാണകമൊക്കെ എടുത്തിട്ട് ഉണക്കിയിട്ട് ഇവർ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേത് നമ്മുടെ വിറകിന് പകരം ചാണകം ഉണക്കിയിട്ടൊക്കെ ഇവർ ഇവിടെ പിന്നെ ഓരോ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഇറങ്ങുമ്പോൾ നല്ല സുഖാട്ടാ, കയറുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. ഒന്നാമത്തേത് ബൈക്ക് തന്നെ ഒരു വഴി വരെ വരുള്ളൂ. പിന്നെ ബൈക്ക് നമ്മളവിടെ നിർത്തിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ബൈക്കാണ് ഫസ്റ്റിലിട്ടാൽ പോലും കയറാത്ത കയറ്റം. നമ്മളിതിന് മുമ്പ് മറ്റേ ഇവിടെ അല്ലേ, എവിടെയായിരുന്നു, ധർമ്മശാലയിലായിരുന്നു നമ്മൾ. അങ്ങനത്തെ ഒരു ഗതികെട്ട കയറ്റങ്ങളും സ്ഥലവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷേ അതിന് ശേഷം പിന്നെ ഇവിടെയാണ്. ആളുകൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, രാജാവ് നടന്നു പോണ്. കണ്ടോ, 18ാം പടി പോലെ, 18ഒന്നുമല്ല 10 100ൻ്റെ അടുത്ത് പടി ഉണ്ടാവും ഇപ്പം മൊത്തം. 1.5 പണി കിട്ടി. ഞാൻ റൂമിൽ ഹെൽമെറ്റ് വെച്ച് മറന്ന് പറിച്ചോനെ ഞാൻ വീണ്ടും തിരിച്ച് കയറുകയാണ്. രാവിലെ തന്നെ ക്ഷീണിക്കും അവസ്ഥ. അങ്ങ് കയറിപ്പോണം. വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണം, ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇതാ ഈ കാണുന്ന പടി വഴി മേലെ പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അങ്ങനെ ഓരോ കോട്ടേജുകളാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് ഏറ്റവും മേലെ, അങ്ങ് മേലെയാണ്. നല്ല ചൂടാണ്. നമ്മൾ കോട്ടും സൂട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഊരി ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഗേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഈ മനുഷ്യന്മാർ ഇവിടുന്ന് ഈ മണലൊക്കെ പൊക്കിയിട്ട് കണ്ടോ ചുമടായിട്ട് മേലേക്ക്. നമ്മൾ ഒരു ലഗേജും ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് നടക്കുമ്പോൾ ഭയങ്കര കിതപ്പായിരുന്നു. അത്രയും കുത്തനുള്ള ഒരു പടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷേ ഈ പണിക്കാരൊക്കെ ചെയ്യുന്നു. കാരണം വേറെ നമ്മൾ അവിടെ എന്തെങ്കിലും വീട് പണി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് ഇറക്കിയിട്ട് അതേപോലെ ചുമന്ന് പോകണം. ഭയങ്കര പ്രയാസമാണ് നമുക്ക്. അടച്ചോനെ ഒരു രക്ഷയില്ല കേട്ടോ. അത് ഒറ്റ കയറുമ്പോഴാണ് ബാലൻസ് ചെയ്യണത്. മേലെല്ലാം അതന്നെ സംഭവം സെറ്റപ്പിന് കണ്ടോ. ഒറ്റ ഒരു വള്ളി ഇങ്ങനെ ബാക്കിലിട്ടിട്ട് ഈ മെറ്റലും ഈ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് അത്രയും മേലെ നമ്മൾ വന്നതാ വഴി. ഇത്രയും മേലെ കയറി പോകണം. ഭയങ്കര പ്രയാസം തന്നെയാണ്. അതിൽ ഫോട്ടോ അയച്ചു വാട്സപ്പിൽ അയച്ചു കൊടുത്തത്. ശരി, വാട്സപ്പ് കൊടുത്തായിരുന്നോ? ആ
നമുക്ക് ഇടത്തോട്ട് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഒരു പാലുണ്ട് വേറെ. എടുത്തോണ്ടേ പാലം. ഫോട്ടോ എടുത്തോ അങ്ങനെ നമ്മൾ കുളു എത്തിയിട്ടുണ്ട്. കുളുവിൽ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കുന്നുണ്ട്. നമുക്കൊരു ഹാഫ് ടാങ്ക് നിറയ്ക്കാനുണ്ട്. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കുളു. കുളുവിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണാലി പോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. റിവർ റാഫ്റ്റിങ്, അതേപോലെ പാരാഗ്ലൈഡിങ്, പിന്നെന്തായിരുന്നു മറ്റേ ജിപ്പ് റൈഡൊക്കെ ഉണ്ടല്ലോ. മെയിനായിട്ട് ഇപ്പോൾ മണാലിയിലാണ് കുളുവാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ മെയിനായിട്ടുള്ളത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസാണ്. നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ മണാലിയിൽ നമ്മൾ ഷിംലയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീരുമ്പോഴും നീ തോരാതെ തോരാതെ പെയ്യുന്നു. ഓരോ നാളും പോകുമ്പോൾ ഈ പ്രാണന്റെ നോവായി നീ തേങ്ങുന്നു. പോകാതെ പോകാതെ സ്വപ്നങ്ങളോർക്കാതെ മായാതെ. നമ്മൾ മണാലിയിൽ നിന്ന് ഷിംലയിലേക്ക് പോകുന്ന വഴി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. റെസ്റ്റോറൻറ്റിൽ കയറി നോക്കിയപ്പോൾ കണ്ടോ അടിപൊളി വ്യൂ ആണ്. നമുക്കിതാ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാനും പറ്റും. കണ്ടോ ഈ പുഴയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. കണ്ടോ നല്ല ഫോഴ്സ്, വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഇന്നലെ മഴ പെയ്തിരുന്നു, അതുകൊണ്ടായിരിക്കും. കണ്ടോ കുത്തി ഒഴുകാണ്. അതുകൊണ്ടോ വെള്ളം കുത്തി ഒഴുകാണ്, നല്ല ഫ്ലോ ഉണ്ട്. കണ്ടോ ഇതിലൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലും ബിയാസ് നദി അല്ലേ? ബീസ് നദി. ബീസ് നദി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ആദ്യമായിട്ടാണ് അതിനെപ്പറ്റി കേൾക്കുന്നത്. കണ്ടോ
ഇതിൻ്റെ സൈഡിലാണ് സെറ്റപ്പ്. ഭക്ഷണം കഴിക്കാനുള്ള കാണാം. അതിൻ്റെ മേലൊക്കെ ഇരിക്കുകയെന്ന്. പക്ഷെ ഞങ്ങൾ താഴെയാണ് ഞങ്ങൾ ഇരുന്നത്. ഇതൊക്കെ വെള്ളം കൊണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓരോ നാട്ടിലും ഓരോ മോഡലാണ് ബിരിയാണി. അഡ്ജസ്റ്റബിൾ. നമ്മൾ ബിരിയാണി കഴിച്ച്. ബിരിയാണി എന്ന് പറഞ്ഞാൽ കത്തി റേറ്റ് ആയിരുന്നു. ഒരു ബിരിയാണിക്ക് 300 രൂപ ചാർജ് ഈടാക്കിയത്. ക്വാണ്ടിറ്റിയാണ് വളരെ കുറവായിരുന്നു. ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ പോലെയായിരുന്നു. മൊത്തത്തിൽ എന്തായി, നമ്മുടെ ലഞ്ച് ഏകദേശം പണി കിട്ടി എന്ന് പറയാം. ഇപ്പോൾ ആ പോവാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പം ഷിംലയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. വിട ചൊല്ലാതെങ്ങോ പോ അവളെന്നിൽ മാറി പോ മിഴി തോറാ മഴയിൽ മനസ്സാർന്നു പോയി ചിരി തൂകും താരങ്ങൾ ഇരുളാലെ മങ്ങിപ്പോ മനമുരുകും വിരഹത്തിൽ മുറിവാഴ്ന്നു പോ പുതുപുലരികളാറാതെ പകലിരവുകൾ ചായാതെ കനവുണരുകയാണെന്ന് അവളലിയുകയാണെന്നിൽ എന്നിൽ എന്നിൽ ഉയിരായി ഉയിരായി നീ ഒഴിയാ മഴയായി നീ കുളിരിൽ തനുചാർത്തി ഉണരാൻ വരുമോ നീ ഉയിരായി ഉയിരായി നീ മുകിലിൻ മഴയായി നീ കനവിൻ ചിറകേറി ഉണരാനണയൂ നീ മണാലി ടു ഷിംല റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത റോഡാണ്. പക്ഷേ റോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കണ്ടോ, നല്ല അടിപൊളി ഹൈവേ റോഡ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല വണ്ടികളുണ്ട്. മണാലിയിൽ നിന്ന് ഷിംലയിലേക്കും ഷിംലയിൽ നിന്ന് മണാലിയിലേക്കുള്ള ടൂറിസ്റ്റുകളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബ്രേക്ക് എടുത്തതിന് ശേഷം വെറും 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത ബ്രേക്ക് എടുക്കണം. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇനിയും 115 കിലോമീറ്ററോളം ഇനിയും പോകാനുണ്ട്. നമ്മളത് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടിന് യാതൊരു കുറവില്ല. കുറേ ദിവസത്തിന് ശേഷം ഒന്ന് വിയർത്ത്. ഓരോ നാളും പോകുമ്പോൾ ഈ പ്രാണന്റെ നോവായി നീ തേങ്ങുന്നു. പോകാതെ പോകാതെ നീ നാം നെയ്ത സ്വപ്നങ്ങളോർക്കാതെ മായാതെ മായാതെ ഈ ദൂരത്തു ഞാനേ. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഷിംലയിലേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അത് മാറ്റി പിടിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൽക്ക എന്ന് പറയുന്ന ഹരിയാനയിലെ ഒരു സ്ഥലത്താണ്. കൽക്ക റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. കൽക്ക റെയിൽവേ സ്റ്റേഷൻ. അപ്പം എന്തിനാണ് നമ്മൾ ഷിംലയിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നതിൻ്റെ റീസണൊക്കെ പറയാം. നല്ല ടയേർഡാണ്. എന്തോ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ടായിരിക്കും. ഭയങ്കര തലവേദനയും ഭയങ്കര ക്ഷീണവും. ഏകദേശം 250 കിലോമീറ്റർ നമ്മളിപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ റൂം തപ്പാൻ വേണ്ടി പോവാണ്.
കൽക്കയിൽ നമ്മൾ റൂം എടുത്ത് ഫ്രഷായി. രാത്രി 10 മണിയായി. ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. ഒരു നോൺ വെജ് ഒന്നും കിട്ടും തോന്നുന്നില്ല. എലക്ഷൻ ആയതുകൊണ്ട് കടകളൊക്കെ നേരത്തെ അടച്ചെന്നാണ് പറയുന്നത്. ഭക്ഷണം കിട്ടാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. ഒരു നോൺ വെജ് കട കാണുന്നുണ്ട്, പോയി ചോദിച്ചോ. അപ്പം ഹരിയാനയിലെ കൽക്കയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുളു മണാലിയിൽ നിന്ന് കുളു വഴി ഷിംലയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം കൽക്കയിൽ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കാരണം നമ്മളിതിന് മുമ്പ് ഡൽഹിയിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് ഏകദേശം 1 മാസം മുമ്പ് ഡൽഹിയിൽ താമസിച്ച് നമ്മൾ അവിടെ റൂം ചെക്കൗട്ട് ചെയ്ത് നേരെ പഞ്ചാബ് വഴി കാശ്മീരിലേക്ക് നമ്മൾ പോയിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ID കാർഡ്, രാജാവിൻ്റെ എൻ്റെ ID കാർഡ് അവിടെ ഹോട്ടലിൽ കൊടുത്തിട്ട് അവർ തിരിച്ചു തന്നില്ല. നമ്മൾ ചോദിക്കാനും മറന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കാശ്മീരിലെല്ലാം കയറി. കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നെല്ലാം തിരിച്ച് വരേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അവരോട് കൊറിയർ അയക്കാൻ പറഞ്ഞു. കുറേ ദിവസമായിട്ട് കൊറിയർ അയക്കാൻ പറഞ്ഞിട്ടൊന്നും അവർക്ക് ഒരു റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും കുളു മണാലി ഷിംല ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഡൽഹിൻ്റെ അടുത്തെത്തും. അപ്പം നേരെ ഡൽഹിയിലേക്ക് പോയിട്ട് സാധനം എടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ അതുകൊണ്ടാണ് കൽക്കയിലേക്ക് വന്നത്. കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ നമ്മളെ രാജാവ് രാവിലെ പോയി വൈകുന്നേരം സാധനം ഡൽഹിയിൽ നിന്ന് ID കാർഡ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഷിംല നമ്മൾ ക്യാൻസൽ ചെയ്യണം. കാരണം ഇനി ഷിംലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ വഴി തന്നെ തിരിച്ചു വരണം. നമുക്കിനി അടുത്ത് പോകേണ്ട ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്കാണ് നമ്മളിനി നെക്സ്റ്റ് പ്ലാൻ ചെയ്യണത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ റൂം ചെക്കൗട്ട് ആവാൻ നിൽക്കുകയാണ്. ചെക്കൗട്ടായിട്ട് നേരെ നമ്മൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്ക് പോകും. എല്ലാം സെറ്റാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് കൽക്ക റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫുഡിൻ്റെ സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ കൽക്ക എന്ന് പറയുന്ന സ്ഥലം. ഹരിയാനയിലെ. അപ്പോൾ ഈ കൽക്ക എന്ന് പറയുന്നൊരു സിറ്റി ശരിക്കും ഹിമാചൽ പ്രദേശിൻ്റെ, അതായത് ഹരിയാനയിലാണുള്ളത്. പക്ഷേ ഹിമാചൽ പ്രദേശിൻ്റെയും ഹരിയാനേൻ്റെയും ഒരു ബോർഡറാണ് കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങി ആ ഒരു സിറ്റി ജസ്റ്റ് കടന്നപ്പോൾ തന്നെ നമുക്ക് ബോർഡ് കാണാൻ പറ്റി, വെൽക്കം ടു ഹിമാചൽ പ്രദേശ്. അപ്പോൾ നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശിൽ കയറിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശ് നമ്മൾ ഒരു കരിമ്പ് ജ്യൂസ് കണ്ട കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കരിമ്പ് ജ്യൂസായിട്ടാണ് എന്തായിട്ടുണ്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പും കട്ടിയും കാണാനൊക്കെയുള്ള ജ്യൂസാണെന്ന് തോന്നുന്നു.